1986 തന്റെ 22ാമത്തെ വയസ്സിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പീസ് ടൈം ഗാലൻട്രി അവാർഡായ അശോക ചക്രയ്ക്ക് അർഹയായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഈ മിടുക്കി. എയർ ഹോസ്റ്റസ് നീർജ ഭാനോത്ത്. മുംബൈയിൽ നിന്ന് പാകിസ്ഥാൻ വഴി അമേരിക്കയിലേക്ക് പോകുന്ന പാനാം ഫ്ലൈറ്റിൽ അന്ന് 44 അമേരിക്കക്കാരടക്കം 370 യാത്രക്കാരുണ്ട്. പാകിസ്ഥാൻ എയർപോർട്ടിൽ വെച്ച 4 പാലസ്തീനിയൻ തീവ്രവാദികൾ തൂക്കുമായിട്ട് പ്ലെയിനിലേക്ക് ഇരച്ചു കയറി. സീനിയർ സ്റ്റാഫായിരുന്ന നീർജയുടെ മുടി കുത്തിന് പിടിച്ച് അവർ അവൾക്ക് നേരെ തൂക്ക് ചൂണ്ടിയെങ്കിലും അതൊന്നും വകവയ്ക്കാതെ അവൾ ഇന്റർകോമിലൂടെ പൈലറ്റ്സിനോട് വിളിച്ചു പറഞ്ഞു ഹൈജാക്കിംഗ് കോഡ്. കാര്യം അറിഞ്ഞതോടെ പൈലറ്റുമാരും ഫ്ലൈറ്റ് എഞ്ചിനീയേഴ്സും ഒക്കെ കോക്പിറ്റിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അതിനെ തുടർന്ന് ഫ്ലൈറ്റിന്റെ മുഴുവൻ ചാർജും 22-കാരിയായ നീർജയുടെ ചുമലിലായി. ഒരു യാത്രക്കാരനെ തീവ്രവാദികൾ വെടിവെച്ച് കൊന്നു പുറത്തേക്കിട്ടു. ബാക്കിയുള്ള അമേരിക്കക്കാരെ കൊല്ലാനായിട്ട് എല്ലാവരുടെയും പാസ്പോർട്ട്സ് ആവശ്യപ്പെട്ടപ്പം നീർജ തന്ത്രപരമായിട്ട് അമേരിക്കൻ പാസ്പോർട്ട്സ് മുഴുവൻ ഫ്ലൈറ്റിന്റെ ബേസ്മെന്റിൽ തള്ളി. രാവിലെ 5:30 തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്ത ഫ്ലൈറ്റിലെ യാത്രക്കാരെ രാത്രി 10 മണി വരെ 17 മണിക്കൂർ അവർ അതിൽ തന്നെ ബന്ദികളാക്കി വെച്ചു. അത്രയും സമയം എല്ലാവർക്കും ഭക്ഷണവും ജ്യൂസും ഒക്കെ കൊടുത്ത നീർജ എല്ലാവരെയും ഓടി നടന്ന് ചിരിച്ചുകൊണ്ട് സെർവ് ചെയ്തു. രാത്രി 9:55 ആയപ്പോൾ ഫ്ലൈറ്റിൻ്റെ പവർ ഷട്ട് ഡൗൺ ആയി, ലൈറ്റ്സ് എല്ലാം ഓഫായി. തീവ്രവാദികൾ തെരുതെരെ വെടിവെക്കൽ ആരംഭിച്ചു. തനിക്കേറ്റ വെടിയുണ്ടകൾ വകവയ്ക്കാതെ നീർജ ഓടിച്ചെന്ന യാത്രക്കാർക്കുള്ള എമർജൻസി എക്സിറ്റ് ഡോറുകൾ തുറന്നു കൊടുത്തു. നീർജയ്ക്ക് വേണമെങ്കിൽ ആദ്യം അതിലൂടെ പുറത്തിറങ്ങി ഓടി രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ എല്ലാവരും രക്ഷപ്പെടുന്നത് വരെ അവൾ പൊരുതാൻ ഉറച്ചു. 350 യാത്രക്കാർ സുരക്ഷിതരായിട്ട് പുറത്തിറങ്ങി. അപ്പോഴാണ് സീറ്റിനിടയിൽ പേടിച്ച് ഒളിച്ചിരിക്കുന്ന 3 കുട്ടികളെ അവൾ ശ്രദ്ധിച്ചത്. അവരെ പുറത്തിറക്കാൻ ശ്രമിക്കുമ്പോൾ തീവ്രവാദികൾ കുട്ടികൾക്ക് നേരെയും വെടിവെക്കുന്നു. ആ കുട്ടികളെ രക്ഷിക്കാൻ നീർജ തീവ്രവാദികൾക്ക് മുമ്പിൽ കയറി കുട്ടികളെ തന്നോട് ചേർത്ത് പിടിച്ചങ്ങനെ നിന്നു. കുട്ടികളെല്ലാവരും രക്ഷപ്പെട്ടു. പക്ഷേ അനേകം വെടിയുണ്ടകളേറ്റ നീർജ എന്ന ധീര വനിത നമുക്കിന്നും അഭിമാനിക്കാനുള്ള ഒരു ഓർമ്മയായി മാറി. അന്ന് രക്ഷപ്പെട്ടതിൽ ഒരു കുട്ടിക്ക് 11 വയസ്സായിരുന്നു. നീർജയോടുള്ള സ്നേഹത്തെ പ്രതി അവൻ ഇന്ന് പൈലറ്റായിട്ട് ജോലി ചെയ്യുന്നു. അവളോടുള്ള ആദര സൂചകമായിട്ട് 2016 പുറത്തിറങ്ങിയ നീർജ എന്ന ഹിന്ദി സിനിമയ്ക്ക് ബെസ്റ്റ് ഹിന്ദി മൂവിക്കുള്ള നാഷണൽ അവാർഡ് അടക്കം 20 അവാർഡ്സ് ലഭിച്ചു. ഇന്ത്യൻ ഗവൺമെൻറ് അവർക്കായിട്ട് സ്റ്റാമ്പ് പുറത്തിറക്കി. തൻ്റെ 23ാം ജന്മദിനം ആഘോഷിക്കാൻ അവൾ വരുന്നതും കാത്തിരുന്ന കുടുംബത്തിലേക്ക് അതിൻ്റെ തലേന്ന് അവൾ ചെന്ന് കയറിയത് ശവമഞ്ചത്തിലാണ്. മറ്റുള്ളവരുടെ സുരക്ഷയ്ക്ക് മുമ്പിൽ തൻ്റെ ജീവൻ നിസ്സാരം എന്ന് കരുതുന്ന ധീര ജവാന്മാരുടെ അതേ ചങ്കൂറ്റത്തോടെ നീർജ സ്വർഗത്തിലിരുന്ന് നമ്മളോടും ആഹ്വാനം ചെയ്യുന്നു. ധീരന് മരണമൊരിക്കലേയുള്ളൂ, പക്ഷെ ഭീരു നിത്യവും പലകുറി മരിക്കുന്നു. താങ്ക് യു.